ഈ ശബരി അങ്കമാലി പാത നമ്മുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. അക്കാര്യം എത്രത്തോളം ഗൗരവത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി കണ്ടപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിലെ മേൽപ്പാലങ്ങൾ, അണ്ടർ ബ്രിഡ്ജുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ട്? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രതികരണം ഏത് തരത്തിലാണ്? ഈ ശബരി റെയിൽപാതയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇന്നത്തെ കൂടിക്കാഴ്ച അതിൻ്റെ അജണ്ട എത്തി നിന്നത്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതി, ആ പാത നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിൻ്റെ റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചത്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അത്യാവശ്യമാണ്. അത് ജൂലൈയിൽ ആരംഭിക്കും. ആ നടപടികൾക്ക് വേണ്ടി കേന്ദ്രത്തിൻ്റെ ഒരു വിദഗ്ധ സംഘം കേരളത്തിലെത്തി സന്ദർശനം നടത്തും. ഈ പാത നിർമ്മിക്കേണ്ട ഭാഗങ്ങളിലെല്ലാം തന്നെ സന്ദർശനം നടത്തും. മാത്രമല്ല കേരളത്തിലെ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്യും. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടായിരിക്കും ജൂലൈ മാസത്തിൽ ഇതിൻ്റെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുക. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഈ പദ്ധതി, ഈ ശബരി റെയിൽപാത നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നിലവിൽ എത്തിയിരിക്കുന്നുണ്ട്. കേരളം നിരന്തരമായി മുന്നോട്ട് വെച്ചിരുന്ന, അവർ ഉന്നയിച്ചിരുന്ന ആവശ്യമാണ്. അതെന്തായാലും സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അത് വളരെ പോസിറ്റീവായി ആ ഒരു ചർച്ച അവസാനിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ ഈ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഈ ശബരി റെയിൽപാതയ്ക്ക് പുറമെ പാത ഇരട്ടിപ്പിക്കൽ, അതായത് വടക്ക് നിന്നും തെക്കോട്ടുള്ള മൂന്നാമത്തെയും നാലാമത്തെയും റെയിൽപാത, ഒപ്പം റെയിൽവേ പാലത്തിനെ ക്രോസ് ചെയ്യുന്ന മേൽപ്പാലങ്ങൾ, ഈ അടിപ്പാതകൾ തുടങ്ങിയ കാര്യങ്ങൾ, അവിടെയെല്ലാം തന്നെ കൂടുതൽ നവീകരണങ്ങൾ, മറ്റ് മാറ്റങ്ങളെല്ലാം വരുന്ന സമയത്ത് അവിടെയും ഭൂമി ഏറ്റെടുക്കൽ വേണം. അതിൻ്റെ കാര്യങ്ങളും കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച ചെയ്യായിരുന്നു. ആ കാര്യത്തിൻ്റെ വിശദാംശങ്ങളടക്കം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലും കുറിച്ചിരുന്നു. ഒപ്പം ഈ 2025-26 സാമ്പത്തിക വർഷത്തിൻ്റെ കേരളത്തിന് നൽകുന്ന റെയിൽവേ ബഡ്ജറ്റിന്റെ വിഹിതം അത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക്, ധാരണയിലേക്കാണ് ശബരി പാത യാഥാർത്ഥ്യമാക്കുക എന്ന പോയിന്റിലേക്ക് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ നിൽക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ കെ റെയിലിന് ബദലായി സിൽവർ ലൈന് ബദലായുള്ള പുതിയ നിർദ്ദേശം ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിലും കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നത്. അർജുൻ പീതാംബരനാണ് ആ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.